മഹോഗ്രവിഷോരഗഫണാമണിഘടിത മകുടകടകാതിരത്നമഹാജ്വാല മയപാദബാഹുകണ്ഠോത്തമാംഗേ. മഹോഗ്ര വിഷോരക ഫണാമണിഘടിത മകുട കടക ആദി രത്ന മഹാജ്വാലാമയ പാദ ബാഹു കണ്ഠ ഉത്തമാംഗേ. മഹോഗ്ര മഹത്വം ഉഗ്രവുമായ വിഷോരക ഫണാമണി വിഷമുള്ള ഉരകങ്ങളുടെ ഫണങ്ങളിലെ രത്നം ഘടിത ഘടിപ്പിക്കപ്പെട്ട മകുട കടകാദി കിരീടം തോൾവള മുതലായ ആഭരണങ്ങളിലെ രത്നമഹാജ്വാലാമയ രത്നങ്ങളിലെ മഹാജ്വാലകൾ ചേർന്ന പാദ ബാഹു കണ്ഠ ഉത്തമാംഗേ കാല് കൈ കഴുത്ത് ശിരസ് എന്നിവ ഉള്ളവളെ. മഹോഗ്രങ്ങളായ വിഷോരകങ്ങളുടെ ഫണാമണികൾ ഘടിപ്പിച്ചിട്ടുള്ള മകുടവും കടകാദികളുടെ രത്നങ്ങളുടെ മഹാജ്വാലകൾ ചേർന്ന പാദം ബാഹു കണ്ഠം ഉത്തമാംഗം തുടങ്ങിയ അവയവങ്ങളും ഉള്ളവളെ. മഹോഗ്ര വിഷോരക ഫണാമണി ഘടിക എന്നതിന് ദേവിയുടെ മകുടത്തിലും കടകാദി ആഭരണങ്ങളിലും മഹാജ്വാലാമയങ്ങളായ രത്നങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ആ രത്നങ്ങൾ ഉഗ്രവിഷമുള്ള മഹാനാഗങ്ങളുടെ ഫണങ്ങളിൽ നിന്ന് ലഭിച്ചതാണെന്നും ശ്രേഷ്ഠനാഗങ്ങളുടെ ഫണങ്ങളിൽ രത്നങ്ങളുണ്ടായിരിക്കും. മഹോഗ്ര വിഷനാഗങ്ങളായ വാസുകി തക്ഷകൻ തുടങ്ങിയവർ കാഴ്ചയായി അർപ്പിച്ച ദിവ്യരത്നങ്ങൾ ഘടിപ്പിച്ചവയാണ് ദേവിയുടെ ആഭരണങ്ങളെന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മഹാമഹിഷോപരിസ്ഥിതേ ഗന്ധർവ വിദ്യാധരാരാധിതേ. മഹാമഹിഷോപരിസ്ഥിതേ മഹാമഹിഷത്തിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നവളെ. ഗന്ധർവ വിദ്യാധര ആരാധിതേ ഗന്ധർവന്മാരാലും വിദ്യാധരന്മാരാലും ആരാധിക്കപ്പെടുന്നവളെ. മഹാമഹിഷത്തിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നവളും ഗന്ധർവന്മാരാലും വിദ്യാധരന്മാരാലും ആരാധിക്കപ്പെടുന്നവളുമായ അലയോ ദേവി. മഹിഷാസുരനെ വധിച്ച് ആ ശവത്തിന്റെ മേൽ കാൽ വെച്ച് നിൽക്കുന്ന ദേവിയെ ഋഷിമാരും ഇന്ദ്രാദികളായ ദേവന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും സ്തുതിക്കുന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഗന്ധർവന്മാരെയും വിദ്യാധരന്മാരെയും എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ ദേവഗണങ്ങളെയും ഗണങ്ങളും ഋഷികളുമാരും ഉൾപ്പെടെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നവരത്നനിധികോശേ തത്വസ്വരൂപേ വാക്പാണിപാദപായൂപസ്ഥാത്മികേ. നവരത്നനിധികോശേ നവരത്നങ്ങൾക്ക് ഭണ്ഡാകാരമായവളെ. തത്വസ്വരൂപേ തത്വം സ്വരൂപമായവളെ. വാക്പാണിപാദപായൂപസ്ഥാത്മികേ വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നിവയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ. നവരത്നങ്ങൾക്കും കോശമായും തത്വസ്വരൂപമായും വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നിവയുടെ രൂപത്തിലും സ്ഥിതി ചെയ്യുന്ന അലയോ ദേവി. നവരത്നനിധി കോശേ എന്നത് നവരത്നങ്ങൾ നിറഞ്ഞ നിധിയെന്നോ അല്ലെങ്കിൽ 9 രത്നനിധികളെന്നോ വ്യാഖ്യാനിക്കാം. അവയ്ക്ക് കോശമായവളെ. കോശത്തിന് ഭണ്ഡാകാരം എന്നാണ് അർത്ഥം. നിധികൾക്ക് അധിപതി കുബേരനാണ്. കുബേരന് നവനിധികളുള്ളതായിട്ട് പുരാണങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. മഹാപത്മം, പത്മം, ശംഖം, മകരം, കച്ഛപം, മുകുന്ദം, കുന്ദം, നീലം, ഖർവം എന്നിവയാണ് ഈ 9 നിധികൾ. ഈ നിധികളെല്ലാം ദേവിയിൽ നിന്ന് ഉണ്ടായവയാണെന്നും അവയുടെ ആധിപത്യം കുബേരന് ലഭിച്ചത് ദേവീപ്രസാദം കൊണ്ടാണ് എന്നുമാണ് ഇവിടെ ഉദ്ദേശം. തത്വം എന്ന പദത്തിന് പരമാർത്ഥം എന്നർത്ഥം സ്വീകരിച്ചാൽ തത്വസ്വരൂപ എന്നതിന് സത്യസ്വരൂപിണി എന്ന് വ്യാഖ്യാനിക്കാം. ദർശനങ്ങളിൽ തത്വം എന്നതിന് ജഗത്തിന്റെ മൂലകാരണം എന്നൊരർത്ഥവുമുണ്ട്. ആ അർത്ഥം ആലോചിച്ചാലും വ്യത്യാസമൊന്നും വരുന്നില്ല. വാക്പാണിപാദ പായൂപസ്ഥാത്മികെ എന്ന സംബോധന കൊണ്ട് തത്വങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളെ അടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. പഞ്ചഭൂതാത്മകമായ ശരീരവും അതോടൊപ്പം ഞാൻ എന്ന ഭാവവും കൈക്കൊള്ളുന്ന ദേഹാഭിമാനിയായ ജീവിയുടെ പ്രവർത്തനങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടായതിനാൽ അവയെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. വാക്ക് നാക്ക് സംസാരിക്കൽ, പാണി അല്ലെങ്കിൽ കൈ എടുക്കൽ പ്രവർത്തിക്കൽ, പാദം അല്ലെങ്കിൽ കാൽ നടക്കൽ, പായു അല്ലെങ്കിൽ ഗുദം വിസർജിക്കൽ, ഉപസ്ഥം അല്ലെങ്കിൽ ഗുഹ്യപ്രദേശം യോനി ലിംഗം ആനന്ദിക്കൽ ഇവയെല്ലാം ദേവീസ്വരൂപമായതുകൊണ്ടാണ് ഈ സംബോധന. ശബ്ദസ്പർശരൂപരസഗന്ധാദിസ്വരൂപേ ത്വക്ചക്ഷുസ്രോത്രജിഹ്വാഘ്രാണ മഹാബുദ്ധിസ്ഥിതേ. ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം തുടങ്ങിയവ സ്വരൂപമായുള്ളവളെ. ത്വക്ക് ചക്ഷുസ് ശ്രോത്രം ജിഹ്വ ഘ്രാണം മഹാബുദ്ധി എന്നീ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവളെ.
ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ഇവയെ ദേവിയുടെ 5 അമ്പുകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സഹായക എന്നുള്ള നാമം ഓർക്കുക. ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതാണ് ശബ്ദസ്പർശാദികൾ. പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യനുണ്ടാകുന്ന ജ്ഞാനം പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ശബ്ദസ്പർശാദികളിലൂടെയാണ്. ത്വക്ക്, ചക്ഷുസ്, ശ്രോത്രം, ജിഹ്വ, ഘ്രാണം എന്നിവ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ശബ്ദസ്പർശാദികൾ അറിയുന്നത് ഇവ കൊണ്ടാണ്. ത്വക്ക് കൊണ്ട് സ്പർശം, ചക്ഷുസ് കൊണ്ട് രൂപം, ശ്രോത്രം കൊണ്ട് ശബ്ദം, ജിഹ്വ കൊണ്ട് രസം, ഘ്രാണം കൊണ്ട് ഗന്ധം എന്നിങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഇവയിലൂടെ നേടുന്ന അറിവ് അന്തരിന്ദ്രിയങ്ങൾ ജ്ഞാനമായിട്ട് രൂപപ്പെടുന്നു. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവയാണ് അന്തരിന്ദ്രിയങ്ങൾ. ഇവയെ മൊത്തത്തിൽ കുറിക്കാനാണ് ഇവിടെ മഹാബുദ്ധി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഗ്രഹണം, ധാരണ, സ്മരണ എന്നീ രൂപങ്ങളിൽ മഹാബുദ്ധി ജ്ഞാനത്തെ നിലനിർത്തുന്നു. ഗ്രഹിക്കുകയും ധരിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ശക്തിയും ദേവീ സ്വരൂപം തന്നെയാണ്. ഇവയിലെല്ലാം സ്ഥിതി ചെയ്യുന്ന അഖണ്ഡ ചൈതന്യമായിട്ടാണ് ദേവിയെ ഇവിടെ സംബോധന ചെയ്യുന്നത്.